നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ഈ സിസ്റ്റത്തിൽ ജോയിൻ ചെയ്യാം എന്നതിൻ്റെ വിശദ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം എന്ന് പറയുന്നത് ആ ശ്രദ്ധയാണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധ ഈ അർത്ഥത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആവും. എന്താണ് ഒരുവൻ്റെ ശ്രദ്ധ, അതാണ് അദ്ദേഹം എന്നാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത്. അപ്പം അങ്ങനെ പറയുമ്പോൾ നമ്മുടെ അണ്ടർലൈങ് ആയിട്ടുള്ള യഥാർത്ഥത്തിലുള്ള ആ വ്യക്തിത്വത്തെ, ബീയിങ്ങിനെ ആണ് ശ്രദ്ധ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആ ശ്രദ്ധയുമായി കണക്റ്റഡായിട്ട് സത്യസന്ധമായിട്ട് ജീവിക്കണം. സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ യഥാർത്ഥത്തിലുള്ള ആ ധർമ്മം, നമ്മുടെ ഈ ജീവിതത്തിൽ ഫൗണ്ടേഷൻ എന്ന് പറയാം, ബീയിങ്, അത് കാണിക്കുന്നത് അതാണ് നമ്മുടെ ശ്രദ്ധ എന്ന് പറയുന്നത്. നമ്മൾ അഭിനയിച്ചിട്ട് കാര്യമില്ല, അത് പ്രകടമായി തീർച്ചയായിട്ടും അത് മാനിഫെസ്റ്റ് ആവും. ഇപ്പോൾ ഒരാൾ മെഡിറ്റേഷൻ ചെയ്യാമെന്ന് ആലോചിച്ചു നോക്കും. മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് എന്താണ് ആദ്യം ചിന്തയിൽ വരുന്നത്, എവിടേക്കാണ് ആദ്യത്തെ ടെൻഡൻസി വരുന്നത്? ഒരു പക്ഷേ അത് ആ വ്യക്തിയുടെ ശ്രദ്ധയെ കാണിക്കുന്നു, ഫൗണ്ടേഷനെ കാണിക്കുന്നു. ഭക്ഷണത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ അവിടെയാണ്. ഏത് തരത്തിലുള്ള ഭക്ഷണം, സാത്വികമാണോ താമസികമാണോ രാജസികമാണോ? സാത്വികം എന്ന് പറഞ്ഞാൽ നറിഷിങ് ആയിട്ടുള്ള ശരീരത്തിന് നല്ല ഭക്ഷണം. രാജസികം എന്ന് എരിവും പുളിയുമുള്ള ഭക്ഷണം. താമസികം എന്ന് പറഞ്ഞാൽ പഴയ ഭക്ഷണം, ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണം, പഴക്കം ചെന്ന ഭക്ഷണം. ഇപ്പോൾ ഫാസ്റ്റ് ഫുഡൊക്കെ ഉണ്ട്. എവിടേക്കാണ് ആകർഷണം വരുന്നത്? അപ്പോൾ ഭക്ഷണത്തിൻ്റെ തലത്തിൽ ശ്രദ്ധ മനസ്സിലാവുന്നു. അതുപോലെ തന്നെ നമ്മുടെ വാക്കുകൾ, ഇത് കഴിഞ്ഞാൽ ഉടനെ എന്താണ് നമുക്ക് പ്രേരണ, സംസാരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്? അവിടെ സ്റ്റേജിൽ നടന്ന എന്തെങ്കിലും സംഭവമാണോ, തൊട്ടടുത്തിരിക്കുന്ന ആളെ പറ്റിയിട്ടാണോ? ഏത് ക്വാളിറ്റിയാണ് നമ്മളെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വെറുപ്പിക്കുന്നത്? അത് നമ്മുടെ ശ്രദ്ധയെ കാണിക്കുന്നു. നമ്മൾ ഇരിപ്പിടത്തെക്കുറിച്ചിട്ട് കൂടുതൽ ബോധവാനാണോ? ഏത് തരത്തിലുള്ള ഇരിപ്പിടമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? കുഷ്യൻ സീറ്റാണോ? അത് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. എവിടെയാണ് സൗകര്യം, നമുക്ക് മെഡിറ്റേഷൻ ചെയ്യണം, ഇതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അത് നമ്മുടെ ശ്രദ്ധയെ കാണിക്കുന്നു.
മാസ്റ്ററുടെ തൊട്ടടുത്ത് പോയിരിക്കുന്നു. നമ്മൾ മറ്റുള്ളവരും ചിന്തിക്കാതെ നേരെ മുമ്പിൽ പോയിരിക്കുക. ഇവിടെ അവിടെ പോയിട്ട് മാസ്റ്റർ ഫിസിക്കലായിട്ടുള്ള മാസ്റ്ററെ കണ്ടുകൊണ്ടിരിക്കുക. അതും നമ്മുടെ ശ്രദ്ധയെ കാണിക്കുന്നു. തെറ്റോ ശരിയോ ഒന്നുമില്ല, അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ശ്രദ്ധയെ കൂടുതൽ കൂടുതൽ നമ്മൾ ശരിയായിട്ടുള്ള ഫ്ലോയിലേക്ക് കണക്ട് ചെയ്യുക. അതാണ് പ്രാണാഹുതി എന്ന് പറയുന്നത്. സത്യസന്ധരായിരിക്കുക എന്ന് ബാബുജി മഹാരാജ് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. നമ്മൾ നമ്മുടെ യഥാർത്ഥത്തിലുള്ള ആ ക്യാരക്ടറിസ്റ്റിക് തിരിച്ചറിയണം, ശ്രദ്ധ തിരിച്ചറിയണം. എങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിലുള്ള ആ ഫ്ലോ അതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ ഫ്ലോവിൻ്റെ ആ എക്സ്ട്രീം എവിടെയാണ്? ഒരു മിനറലിൻ്റെ തരത്തിലുള്ള ഒരു സ്വഭാവമാണ്. ഹൈഡ്രജൻ്റെ, ഹീലിയത്തിൻ്റെ. അവരവിടെ നിന്നും സ്വയം മാറുന്നില്ല, അവരങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഫ്ലോയിലൂടെ കണക്ട് ചെയ്ത് വാട്ടർ എന്നുള്ള ഒരു മോളിക്യൂളിലെത്തി, പിന്നെ അവിടുന്ന് വേറെ മോളിക്യൂൾസ് എത്തി, ഓർഗാനിസംസിലെത്തി. അപ്പോൾ ഈ കൺവേർജൻസ് നമുക്ക് കാണാം. അപ്പോൾ ഓരോ ജീവിയും അതിൻ്റേതായിട്ടുള്ള ആ സ്വഭാവവിശേഷതകൾ പ്രകടിപ്പിച്ചുകൊണ്ടാണ് മനുഷ്യൻ്റെ തലത്തെത്തിയത്. മനുഷ്യ തലത്തെത്തിയ പെട്ടെന്നൊരു ആ ശ്രദ്ധ അങ്ങോട്ട് പോയി, എന്തൊക്കെയോ ആവണമെന്നൊരു ചിന്ത, ആഗ്രഹങ്ങൾ വരാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ആ ബേസിക്കായിട്ടുള്ള ശ്രദ്ധയിൽ നിന്ന് ഡിസ്കണക്റ്റ് ആയത് നമ്മുടെ ആഗ്രഹങ്ങൾ കാരണം. അത് നമ്മുടെ ഉള്ളിലുണ്ട്, അത് എവിടുന്നോ വന്നല്ല, നമ്മുടെ ഈഗോവിൻ്റെ ഉള്ളിൻ്റെ സ്വഭാവമായിട്ട് ആ ആഗ്രഹം അവിടെ ഉണ്ട്. ഈഗോ ആണ് യഥാർത്ഥത്തിലുള്ള ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനമായിട്ട് നമ്മുടെ ഉള്ളിലുണ്ട്. മനുഷ്യൻ്റെ തലത്തൊന്നും വരെ ഈഗോവിന് പ്രകടമാക്കാൻ സാധിച്ചില്ല, കാരണം അവിടെ മനസ്സുണ്ടായില്ല. പക്ഷെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ അത് അതിൻ്റെ ആക്ഷൻസ് തുടങ്ങി. ഈഗോൻ്റെ സ്വഭാവം എന്താണ്? ഭയത്തിൽ നിന്നാണ് ഈഗോ അതിൻ്റെ ശക്തി മുഴുവെടുക്കുന്നത്. ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്നുള്ളൊരു ചിന്ത, മരണഭയം നമ്മുടെ ഉള്ളിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, കംഫർട്ട് സോൺസിൽ കുടുങ്ങി കിടക്കുന്നു. ഈ കംഫർട്ട് സോണിനെ നമ്മൾ സ്വയം ഇഷ്ടപ്രകാരം വിടേണ്ട ഒരു ആവശ്യം അത് മനുഷ്യൻ്റെ തലത്തിൽ വരികയാണ്. പ്രകൃതിയെ എതിർത്തുകൊണ്ട് നമുക്ക് നമ്മുടെ കംഫർട്ട് സോണിൽ ഇരിക്കാനുള്ള ഒരു കഴിവുണ്ട്. അതാണ് മനുഷ്യൻ്റെ പ്രശ്നം. ചൂടുള്ള കാലാവസ്ഥയിൽ AC ഇട്ടിട്ടിരിക്കുക, നടന്നു പോകേണ്ട ദൂരത്തിൽ വണ്ടി കയറി പോവുക, അടുത്തുള്ള ആൾക്കാരെ ശ്രദ്ധിക്കുന്നതിന് പകരം ദൂരെയുള്ള ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. മൊബൈൽ വന്നതോടുകൂടി ഇവിടെ തൊട്ടടുത്ത് പലതും സംഭവിക്കുന്നുണ്ടാവും, അതിനെപ്പറ്റി അല്ല ചിന്ത, വേറെ എവിടേക്കോ നടക്കുന്ന കാര്യങ്ങൾ. കാരണം ഇത് നമ്മളെ വിഷമിപ്പിക്കും, വീടിൻ്റെ തൊട്ടടുത്തുള്ള കാര്യങ്ങൾ നമ്മൾ വിഷമിക്കും. അപ്പോൾ അത് കണ്ണടച്ചിരുട്ടാക്കുക എന്ന് പറയും. ഇതും നമ്മുടെ ഈഗോ കാണിക്കുന്നത്. നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുക, എന്നാൽ ഒന്നും ചെയ്യുന്നുമില്ല. അതുപോലെ തന്നെ മെഡിക്കൽ ഫ്രട്ടേണിറ്റിയിൽ കാണാം, ക്യാമ്പ് സർവീസ് നടത്തുക, എന്തൊക്കെയോ സാമൂഹ്യ സേവനം ചെയ്യുന്നുണ്ടെന്നൊരു തോന്നലുണ്ടാക്കുക, ക്യാമ്പ് നടത്തുക, അന്നദാനം നടത്തുക. എവിടെയും നമുക്കിത് കാണാം. നമ്മൾ ഈഗോനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പല പല കാര്യങ്ങൾ ചെയ്യുന്നു. ഈഗോ ആണ് നമ്മുടെ ഉള്ളിൽ ബീജമായിട്ട് അവിടെ കിടക്കുന്നത്. അവിടെയാണ് നമ്മൾ ആദ്യം ടാക്കിൾ ചെയ്യേണ്ടതെന്ന് സഹജമാർഗ്ഗം പഠിപ്പിക്കുന്നു. നമ്മൾ പുറമേ ഇതൊന്നും ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല, മാനിഫെസ്റ്റേഷൻസിൽ ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല. ഓരോ ഇല പൊട്ടിച്ചിട്ട് ഒരു മരത്തിന് ഇല്ലാണ്ടാക്കാൻ പറ്റില്ല എന്ന് ചാരിജി മഹാരാജ് പറയാറുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ടാക്കിൾ ചെയ്യേണ്ടത് അതിൻ്റെ ഒറിജിനൽ സോഴ്സ് ആയിട്ടുള്ള ഈഗോൻ്റെ ഈ ഒരു പേടി, ഭയം. ഈഗോന് പേടിക്കേണ്ട കാര്യമില്ല, കാരണം അതിൻ്റെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം എന്ന് പറയുന്നത് അത് അൾട്ടിമേറ്റ് സെൽഫാണ്, അതിൽ നിന്നിൻ്റെ റിഫ്ലക്ഷനാണ് ഈഗോ. അത് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ പൊഴിഞ്ഞു പോകും. അവിടെയാണ് സഹജമാർഗ്ഗം ഹാർട്ട്ഫുൾനെസ് ഡീൽ ചെയ്യുന്നത്. അഹംബോധത്തെ കാതലായിട്ട് അതിൻ്റെ നേച്ചറിലേക്ക് കണക്ട് ചെയ്യുന്നു പ്രാണാഹുതിയിലൂടെ. മാസ്റ്റർ നൽകുന്ന ഏറ്റവും വലിയ വരദാനമാണ്, ഇതുവരെ സംഭവിക്കാത്ത, മനുഷ്യരാശിക്ക് ലഭിക്കാത്തൊരു മഹാഭാഗ്യമാണ് പ്രാണാഹുതി എന്ന് തന്നെ പറയാം. അപ്പോൾ ആ ഒരു കണക്ഷൻ ലഭിക്കുന്നതോട് കൂടിയിട്ട് അഹംബോധത്തിന് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം തിരിച്ചറിയുന്നു, അതിൻ്റെ ഷാക്കിൾസ് വലിച്ചെറിയുന്നു എന്നാണ് ബാബുജി മഹാരാജ് പറഞ്ഞത്. കുറേശ്ശായിട്ട് അതിൽ കണക്ട് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ആ ഒരു ധൈര്യം, ഒരു കറേജ് കാണിക്കണം. ഇതാണ് ഒരു പ്രാക്ടീഷണർക്ക് വേണ്ട ഒരു സ്വഭാവം, ധൈര്യം. കോൺഷ്യസ്നസ്സിൽ ആ ഒരു ടിൽട്ട് വരണമെന്നുണ്ടെങ്കിൽ ആദ്യം കാണിക്കേണ്ട ധൈര്യമാണ്. പുറമേ ഉള്ള കാര്യങ്ങളെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാനും സ്വീകരിക്കാനും ആന്തരികമായിട്ടുള്ള ഈ ഉയർച്ചയെ മനസ്സിലാക്കാനും അതിൽ തന്നെ ഊന്നി മുന്നോട്ട് പോകാനും ഉള്ള ഒരു ധൈര്യം അത് കാണിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ശ്രദ്ധ അതിൻ്റെ യഥാർത്ഥ ശ്രദ്ധയിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ ഇൻട്രോസ്പെക്റ്റ് ചെയ്യാം. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.